നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഗിരിജേ, ആ ഡ്രോൺ ക്യാമറയിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ മുഖം ഉണ്ടായിരിക്കുമെന്നാ ദർശന പറയുന്നത്. നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം. ഈ ഡ്രോൺ എവിടെയുണ്ടെന്ന് പറഞ്ഞത്? അത് ഞാൻ വ്യക്തമായി കേട്ടില്ല. എന്തായാലും ആ കെട്ടിടത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും കാണും. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ മുഖം വരുമെന്ന് അവര് പറയൂ. പിന്നെ എന്നാ ശരി, നീ വെച്ചോ, ഞാൻ അന്വേഷിച്ചോളാം. അത് വേണോ? ആ ഡ്രോൺ എങ്ങനെ അവളുടെ കൈ കിട്ടിയ അത് വെച്ച് അവളെന്റെ ശവക്കുഴി തോണ്ടും. അതിൽ എന്റെ മുഖം പതിഞ്ഞാണെന്ന് പറയുന്നത് ശരിയാണോ? പൗത്ര, ആ ഉസ്താദിന്റെ കാര്യം എന്തായി? ഹോസ്പിറ്റലിൽ എന്തെങ്കിലും വിവരം കിട്ടിയോ? അയാൾ എന്തിനാ എപ്പോഴും ഇങ്ങനെ ഇവിടെ കയറി ഇറങ്ങി നടക്കുന്നേ? പണ്ടങ്ങ് വിശ്വേട്ടനുമായി ഒരു അടുപ്പമുണ്ടായിന്ന് വെച്ച് ഈ വീടുമായി അയാൾക്ക് ഒരു ബന്ധവുമില്ല. എന്നിട്ടും അയാൾ ചേച്ചിയുടെയും ദർശനയുടെയും പിന്നാലെ നടക്കുക. ഇവിടെ വന്ന് ബോധം കെട്ട് വീണു. നാളെ അയാളെ നമ്മൾ ആരെങ്കിലും കൊന്നതാന്ന് പറഞ്ഞാലോ? ഇനി അയാൾ ജീവനോടെ ഇരിക്കാൻ പാടില്ല. പല തവണ അയാൾ രക്ഷപ്പെട്ടു. വിശ്വേട്ടൻ ജീവിച്ചിരുന്നപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ അയാളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിന്റെ തുമ്പം പിടിച്ച അയാളീ നടക്കുന്നത്. പവിത്ര, വിശ്വേട്ടൻ ജീവിച്ചിരുന്നപ്പോൾ ഇയാൾക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. എന്തൊക്കെയോ ചില ഇടപാടുകൾ അവർ തമ്മിലുള്ളതായി എനിക്കും തോന്നിയിട്ടുണ്ട്. വിശ്വേട്ടൻ ചെയ്തിരുന്ന ആ സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. അയാളുടെ ഹോസ്പിറ്റൽ ചെലവ് മുഴുവൻ നമ്മൾ കൊടുക്കണമെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. എവിടെ നിന്നോ വലിഞ്ഞു കയറി വന്ന ഒരുത്തനെ സഹായിക്കേണ്ട എന്ത് ബാധ്യതയാ നമുക്കുള്ള? മാർക്കറ്റിനകത്ത് അയാൾക്ക് താമസിക്കാനുള്ള സ്ഥലം ശരിയാക്കി കൊടുത്തത് വിശ്വേട്ടനാണെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ആവശ്യമില്ലാത്ത പലതും പലരും ചെയ്തിട്ടുണ്ട്. ഇനിയും അതൊന്നും തുടർന്നു പോകേണ്ട ഒരു കാര്യവുമില്ല. മര്യാദയ്ക്ക് കഴിക്കടി. ഈയിടെയായിട്ട് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നിനക്ക് തീരെ ശ്രദ്ധയില്ല. അതെങ്ങനെയാ? ഏത് നിമിഷവും ഈ കുന്തത്തിനകത്ത് തോണ്ടിക്കൊണ്ടിരിക്കല്ലേ? പിന്നെ എങ്ങനെ ആഹാരം കഴിക്കുന്നത്? അതങ്ങ് മാറ്റി വെച്ച് ഭക്ഷണം കഴിച്ചേ. അമ്മ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തുന്നേ? ഞാൻ നല്ലതുപോലെ ആഹാരം കഴിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ പേരിലൊരു വഴക്ക് വേണ്ട മോളെ, നീ കഴിക്ക്. വാമോനെ ഇരിക്കേ.
വേഗം കഴിക്ക്. അല്ല പവിത്ര, ആ ഉസ്താദ് ദർശനെ കാണാൻ വന്നത് എന്തോ തെളിവുമായിട്ടാണെന്നല്ലേ പറഞ്ഞത്? അതെന്തായിരിക്കും? അതെനിക്കറിയില്ല. അത് ദർശനോടല്ലേ ഉസ്താദ് സംസാരിച്ചത്. എന്തായാലും ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോകണം. അതിനെക്കുറിച്ച് ഉസ്താദിനോട് സംസാരിക്കണം. ആ കേസിൽ നിന്ന് ഏട്ടത്തിയെ രക്ഷപ്പെടുത്താൻ പറ്റിയ എന്തെങ്കിലും ഒരു തെളിവ് അയാളുടെ പക്കൽ ഉണ്ടെങ്കിലോ? ആ ഡ്രോണിന്റെ കാര്യം ഉസ്താദിന് എങ്ങനെയോ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അത് ഇതുവരെ അയാളുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. പിന്നെ ആ ഡ്രോൺ ആരുടെ കയ്യിലായിരിക്കും? എന്തിനാ ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്? ഇവിടെ വെക്കാനാ ഇത് സാറ് പറഞ്ഞത്. വെക്കുന്നതൊക്കെ കൊള്ളാം. പണി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ഇവിടെ എല്ലാം വൃത്തിയാക്കിയേക്കണം. ചെയ്യാം മാഡം. ആ അയ്യോ മോനെ, നീ ഒന്ന് കുറച്ച് വെള്ളം കൊടുത്തു. കുറച്ച് വെള്ളം എടുത്തമ്മേ. ആ ഗ്ലാസിങ് എടുക്ക. നിക്കിലേ. കുറച്ച് ദിവസമായി പണിക്കാരെ വിളിക്കുന്നത്. ഇന്നാ വന്നത്. ചേട്ടാ നമസ്കാരം. പെട്ടെന്ന് പണി തീർക്കില്ലേ? പെട്ടെന്ന് തന്നെ തീർക്കാൻ മുതലാളി. അല്ല, എന്താ ചിരിക്കുന്നേ? മുതലാളി എന്നുള്ള വിളി കേട്ട് ചിരിച്ചതാ.